ഗൈസ്, നാളെ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ഒരു 1 ട്രേ ചിക്കു പുഡിംഗിന്റെ ഓർഡർ ഉണ്ടായിരുന്നേ. എന്തായാലും പുഡിംഗ് ചെയ്യണം. അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിനായി ഞാൻ 5 സപ്പോർട്ടയാണ് കേട്ടോ എടുത്തത്. 5 സപ്പോർട്ടയുടെ ആവശ്യമൊന്നും ഇല്ല, 3 വലിയ സപ്പോർട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. എനിക്ക് 2 വലുത് കിട്ടിയുള്ളൂ, അതാണ് 3 ചെറുത് എടുത്തത്. ഇനി പുഡിംഗിനായി ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത്തിരി വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ചൈന ഗ്രാസ് സോക്കായി വരുമ്പോഴേക്കും നമുക്ക് സപ്പോർട്ടയുടെ പൾപ്പ് സെറ്റ് ആക്കി എടുക്കാം. ഇതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സപ്പോർട്ട ഇട്ട് ആവശ്യത്തിന് പാലും പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാവേ. പൾപ്പ് സെറ്റ് ആക്കി അത് മാറ്റി വെച്ചതിന് ശേഷം ഇനിയുള്ള പണികളെല്ലാം ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് പാൻ വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത്. നോർമലി ഞാൻ ഗുഡ് ലൈഫിന്റെ പാലാണ് കേട്ടോ ആഡ് ചെയ്യാറ്. ഇന്ന് അത് കിട്ടാത്തതുകൊണ്ട് മിൽമ പാലാണ് ആഡ് ചെയ്യുന്നത്. പുഡിംഗ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പാല് ഏകദേശം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 200 ഗ്രാംസ് മിത്തായി മേറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിത്തായി മേറ്റ് ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും മതി. ഇനി ഈ ഗ്യാസ് സ്റ്റോപ്പ് ലോ ഫ്ലെയിം ആക്കി മാറ്റി വേറൊരു ഗ്യാസ് സ്റ്റോപ്പുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാവേ. അങ്ങനെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാനായി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് നമുക്ക് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാട്ടോ. ഈ സമയത്തും ഗ്യാസ് സ്റ്റോപ്പിന്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ചൈന ഗ്രാസ് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറാൻ നിൽക്കാതെ തന്നെ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2-3 മിനിറ്റോളം നമ്മൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ലാസ്റ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റോപ്പിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ സപ്പോർട്ടയുടെ പൾപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പാലും സപ്പോർട്ടയുടെ പൾപ്പൊക്കെ നല്ലോണം മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റാട്ടോ. പുഡിംഗ് സെറ്റ് ചെയ്യാനായി ഞാൻ ഒരു ട്രേ എടുത്ത് അതിലേക്ക് ഈ മിക്സ് ഞാൻ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എങ്ങാനും പൾപ്പാക്കുമ്പോൾ അറിയാത്ത വല്ല സപ്പോർട്ടയുടെ കഷ്ണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുവേ. ഇനി പുഡിംഗ് ഏകദേശം 1/2 മണിക്കൂറോളം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കണേ. 1/2 മണിക്കൂറിന് ശേഷം പുഡിങ്ങിന്റെ മേലെ നമ്മൾ ഗാർണിഷിങ്ങിനായി കുറച്ച് സപ്പോർട്ട കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സപ്പോർട്ട തന്നെയാണ് ഗാർണിഷിങ്ങിന് എടുക്കുന്നത്. നിങ്ങളുടെ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. അങ്ങനെ ഇതാണ് നമ്മുടെ പുഡിങ്ങിന്റെ ഫൈനൽ ലുക്ക്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ എന്തായാലും താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.